அவனை கொன்னாதான் நாம வாழ முடியும்னா கொண்டுடலாமா? கொண்டுடலாம்ப்பா. Hi all, this is Cock. Parimalam and Cock. കുടുംബത്തോടെ சேர்ந்து സமையലും செய்வீங்க കൊലയും செய்வீங்களா? നമ്മുടെ ജയറാം മേട്ടൻ, തമിഴേട്ടൻ. ഇപ്പൊ തമിഴേട്ടൻ പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിങ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനായിട്ടൊരു യാത്ര. ഇപ്പൊ തമിഴ്നാട് ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എന്താ ദീപാവലി ആഘോഷിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. கடைசியில் இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷார்ட் மட்டும் எடுக்கணும். கரெக்டா தீபாவளி டைம் எங்க வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். എന്റെ കുഞ്ഞീഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். എന്താ ചുമ്മാ ഞാൻ കോഴ്സാന് വെറുതെ ഒന്ന് നോക്കിയതാ. പുള്ളി ഇനിയും വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോ ജയറാമേട്ടന് പറ്റിയ റോളാണ്. അതായത് ഒരു ദൃശ്യം 144p അല്ലെങ്കിൽ ഫ്രം മീശോ. ആരെങ്കിലും അറിഞ്ഞ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്തായി കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണാൻ ഒരേ ഒരു റീസൺ ജയറാമേട്ടനാണ്. പുള്ളിക്ക് രണ്ടും ഒരേ നാടാണ്. പുള്ളി എവിടെ പോയാലും അതാണ് പുള്ളിയുടെ നാട്. പുള്ളി മറ്റേ ഇത് പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഹ്യൂമൻ ബീയിങ്, ഗ്ലോബൽ മനുഷ്യൻ. கரெக்டா தீபாவளி டைம் எங்க வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്.